വിശാലമായി പരന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന അറബിക്കടൽ ശക്തമായി അലറി വിളിച്ചുകൊണ്ടിരിക്കുന്നു. കൊയിലാണ്ടി കടൽ തീരം തച്ചു തകർക്കുകയാണത്. കടപ്പുറത്താണെങ്കിൽ പതിവിലും വിപരീതമായി കനത്ത തിരക്കും ബഹളവും. കച്ചവടക്കാർക്ക് പുറമെയും മറ്റൊരു വലിയ ജനാവലി കൂടുണ്ടവിടെ. അവർ ആരെയോ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാ അങ്ങോട്ട് നോക്കൂ, വലിയൊരു കപ്പൽ കടപ്പുറം ലക്ഷ്യമാക്കി തിരമാലകൾ വകഞ്ഞു മാറ്റി വരികയാണല്ലോ. ആരാണ് അതിലുള്ളത്? അവരുടെ ലക്ഷ്യം എന്താണ്? അവർ എന്തിനാണ് വരുന്നത്? കപ്പൽ അടുത്തു വരുംതോറും ആളുകൾ വ്യക്തമായി തുടങ്ങി. അവർ ഓരോരുത്തരായി പുറത്തിറങ്ങി. എല്ലാവർക്കും പിന്നിൽ ആ വ്യക്തിയും മലബാറിന്റെ മണ്ണിൽ തന്റെ കാല് വെച്ചു. സ്ഫുരിക്കുന്ന മുഖം, തിളങ്ങുന്ന തൂവള്ള വസ്ത്രം, യുവത്വം തുളുമ്പുന്ന ശരീരം, എല്ലാറ്റിനുമുപരി അറബിയിൽ മാത്രം സംസാരിക്കുന്നു. അതോടൊപ്പം മുഖത്ത് ഒറ്റ നോട്ടത്തിൽ തന്നെ വലിയ ഗൗരവവും. ആരായിരിക്കും അത്? വരൂ, നമുക്ക് നോക്കാം. ുദിത്ത തിങ്കൾ രാജാ രാജാ, മുത്തക്കീങ്ങൾ ഓർത്തിടുന്ന താജാ താജാ, ഹളറുമൂത്തിൽ നിന്നു വന്ന ഹാജാ ഹാജാ, ശൈഖ് ജിഫ്രി സയ്യിദോർ സിറാജാ. ഹക്കിനായുദിത്ത തിങ്കൾ രാജാ രാജാ, മുത്തക്കീങ്ങൾ ഓർത്തിടുന്ന താജാ താജാ, ഹളറുമൂത്തിൽ നിന്നു വന്ന ഹാജാ ഹാജാ, ശൈഖ് ജിഫ്രി സയ്യിദോർ സിറാജാ. പുടവയിലെ കൊത്തു നീണ്ട താടിയതും തുകുന്ന പുഞ്ചിരി പൂമാൻ റസൂലിൻ യാത് തരും. പുടവയിലെ കൊത്തു നീണ്ട താടിയതും തുകുന്ന പുഞ്ചിരി പൂമാൻ റസൂലിൻ യാത് തരും. സന്മാർഗ ദീപമായ താജാ താജാ, യമനിൽ നിന്നേയ സിറാജാ. ഹക്കിനായുദിത്ത തിങ്കൾ രാജാ രാജാ, മുത്തക്കീങ്ങൾ ഓർത്തിടുന്ന താജാ താജാ, ഹളറുമൂത്തിൽ നിന്നു വന്ന ഹാജാ ഹാജാ, ശൈഖ് ജിഫ്രി സയ്യിദോർ സിറാജാ. ഉദിത്തേ വിണ്ണിൽ നിറന്തേ ഈ ദീനി പ്രഭയാകെ, മികത്തേ മണ്ണിൽ മികന്തേ ബഹറിൽ സഫീനയാലെ. ഉദിത്തേ വിണ്ണിൽ നിറന്തേ ഈ ദീനി പ്രഭയാകെ, മികത്തേ മണ്ണിൽ മികന്തേ ബഹറിൽ സഫീനയാലെ. ഹക്കിനായുദിത്ത തിങ്കൾ രാജാ രാജാ, മുത്തഖീങ്ങൾ ഓർത്തിടുന്ന താജാ താജാ, ഹളറുമൂത്തിൽ നിന്നു വന്ന ഹാജാ ഹാജാ, ശൈഖ് ജിഫ്രി സയ്യിദോർ സിറാജാ. തുറമുഖത്തെത്തിയതും അവർ ആളെ തിരിച്ചറിഞ്ഞു. അത് മറ്റാരുമല്ല, യമനിലെ തെരീം എന്ന ദേശത്ത് നിന്ന് വരുന്ന കച്ചവടക്കാരാണ്. ഈ വാണിജ്യബന്ധം തുടങ്ങിയിട്ട് കാലങ്ങളായി. അവരുടെ കൂട്ടത്തിലെ ധീര കേസരിയോ, അത് ബാലവി കുടുംബത്തിലെ പ്രധാന ശ്രേണിയായ ജിഫ്രി കബീലയിൽ നിന്നും കേരളത്തിലെത്തുന്ന പ്രഥമ പണ്ഡിതനാണ്. പേര് സയ്യിദ് ഷെയ്ഖ് ജിഫ്രി. ഷെയ്ഖ് ജിഫ്രി കൊയിലാണ്ടി കപ്പലിറങ്ങി നേരെ കോഴിക്കോട്ടേക്ക് തിരിച്ചു. സാമൂതിരിയുടെ ഇതര മതസ്ഥരോടുള്ള സമീപനത്തെക്കുറിച്ചുള്ള കേട്ടറിവാണ് മഹാനവറുകളെ കോഴിക്കോട്ടേക്ക് ആകർഷിച്ചത്. കോഴിക്കോട്ടെത്തിയ അദ്ദേഹത്തെ അന്നത്തെ ഖാളി മുഹീദ്ദീൻ ഇബ്നു അബ്ദുസ്സലാമും മുസ്ലിം പ്രമുഖരും ചേർന്ന് ഹാർദമായി സ്വീകരിച്ച് സാമൂതിരിയുടെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു. സാമൂതിരി ഷെയ്ഖിനെ ആദരപൂർവ്വം സ്വീകരിച്ചു. മുസ്ലിങ്ങൾക്ക് താങ്ങും തണലുമായി കോഴിക്കോട് സ്ഥിരതാമസമാക്കാൻ മാനവിക്രമൻ എന്ന സാമൂതിരി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. തനിക്കൊരു ഖബറിനുള്ള സ്ഥലം പൂർണ്ണാവകാശത്തോടെ വിട്ടുതരികയാണെങ്കിൽ താൻ ഇവിടെ സ്ഥിരതാമസമാക്കാമെന്ന് ഷെയ്ഖ് അവറുകൾ മറുപടി നൽകി. ഷെയ്ഖിന്റെ മറുപടി സാമൂതിരിയെ സന്തുഷ്ടനാക്കി. താമസിയാതെ അദ്ദേഹത്തിന് കുറ്റിച്ചിറയുടെ തെക്കുഭാഗത്തുള്ള വീടും അതോട് ചേർന്ന് ഏതാനും സ്ഥലവും വിട്ടുകൊടുത്തു. മഹാനവറുകളെ മുഴുവൻ നികുതികളിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു. പിന്നീട് മലബാറിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി ജീവിച്ചിരുന്ന സയ്യിദ് മുഹമ്മദ് ഹാമിദ് റളിയല്ലാഹു അൻഹുമായി കൂടെ കൂടി. ഇരുവരും നാടുനീളെ സഞ്ചരിക്കുകയും മത സാംസ്കാരിക സമുദ്രണം നടത്തുകയും ചെയ്തു. ഇതോടെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഷെയ്ഖ് ജിഫ്രിക്ക് മലബാറിന്റെ ആത്മീയാചാര്യനായി അംഗീകരിക്കപ്പെട്ടു. അങ്ങനെയിരിക്കെയാണ് തന്റെ കുടുംബക്കാരനായ സയ്യിദ് ഹസൻ ജിഫ്രിയും മലബാറിലെത്തുന്നത്. ഇരുവരും അവരുടേതായ പ്രവർത്തന ഗോതയിൽ മുഴുകിക്കൊണ്ടിരുന്നു. ഈ സമയത്താണ്
അവരുടെ തറവാടായ യമനിലെ തൈമിൽ നയനാനന്ദവും അത്ഭുതകരവുമായ ഒരു മഹാസംഭവം അരങ്ങേറുന്നത്. എന്താണ് കേൾക്കുന്നത്? ഒരവ്യക്തമായ ശബ്ദം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്തോ കേൾക്കുന്നുണ്ടല്ലോ. എന്താണത്? മുത്തുപിറന്നേ, മുത്തുപിറന്നേ, അന്ന് യമനിൻ തെരിമിൽ നിന്നും അവർ പിറന്നേ. മുത്തുമണിയായി ദീനിൻ സത്യനീതിയായി പാരിൽ ഫാത്തിമിലായി സഹലിലായി അവർ പിറന്നേ. മുത്തുപിറന്നേ, മുത്തുപിറന്നേ, അന്ന് യമനിൻ തെരിമിൽ നിന്നും അവർ പിറന്നേ. മുത്തുമണിയായി ദീനിൻ സത്യനീതിയായി പാരിൽ ഫാത്തിമിലായി സഹലിലായി അവർ പിറന്നേ. സൽസ്വഭാവിയായി പരിശുദ്ധിയായി ഇൽമിൻ വായി തുറന്നല്ലോ ഖുർആനിലായി. മുല്ലപ്പൂ മണമായി പിറന്നോരല്ലേ അന്നും സ്നേഹസമ്പന്നരായി ഉയർന്നു വന്നേ. സൽസ്വഭാവിയായി പരിശുദ്ധിയായി ഇൽമിൻ വായി തുറന്നല്ലോ ഖുർആനിലായി. മുല്ലപ്പൂ മണമായി പിറന്നോരല്ലേ അന്നും സ്നേഹസമ്പന്നരായി ഉയർന്നു വന്നേ. ആദർശമായെന്ന് ആത്മധൈര്യത്തിലായി ഉദിച്ചുയർന്നേ. അന്ന് പ്രഭ ചൊരിഞ്ഞേ മൗലത്തവിലാക്കങ്ങളൊരാകം നിറഞ്ഞേ. ഉദിച്ചുയർന്നേ അന്ന് പ്രഭ ചൊരിഞ്ഞേ മൗലത്തവിലാക്കങ്ങളൊരാകം നിറഞ്ഞേ. മുത്തുപിറന്നേ, മുത്തുപിറന്നേ, അന്ന് യമനിൻ തെരിമിൽ നിന്നും അവർ പിറന്നേ. മുത്തുമണിയായി ദീൻ സത്യനീതിയായി പാരിൽ ഫാത്തിമിലായി സഹലിലായി അവർ പിറന്നേ. അതെ, അതൊരു കരച്ചിലാണ്. ഒരു ചെറിയ കുഞ്ഞിന്റെ കരച്ചിൽ. ഇന്ന് തെരീമിലെ തറവാട്ടിൽ സന്തോഷത്തിന്റെ ദിനമാണ്. കാരണം ജിഫ്രി കുടുംബത്തിലെ പ്രധാനിയുടെ മകളും സയ്യിദ് ഹസൻ ജിഫ്രിയുടെ സഹോദരിയുമായ സയ്യിദ ഫാത്തിമക്കും പൗരപ്രമാണിയായ മുഹമ്മദ് ബിൻ സഹലിനുമായി ഇന്നൊരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നു. ആ കുഞ്ഞിന്റെ കരച്ചിലാണ് കേൾക്കുന്നത്. തെരീം പട്ടണത്തിന് മുഴുവൻ സന്തോഷം നൽകി ആ കുഞ്ഞ് വളർന്നു തുടങ്ങി. അവർ ആ കുഞ്ഞിന് പേരിട്ടു അലവി. പക്ഷേ എന്ത് ചെയ്യാനാ? കുഞ്ഞിന്റെ ശൈശവദശയിൽ തന്നെ മാതാവും പിതാവും മരണമടഞ്ഞു. മാതാപിതാക്കളുടെ പൈലാളനകൾ പോലും ലഭിക്കാത്ത അനാഥനായി. ഇനി എന്ത് ചെയ്യും റബ്ബേ? മാതാപിതാക്കളില്ലാത്ത ആ കുഞ്ഞിനെ പിന്നീട് മാതൃ സഹോദരി സയ്യിദ ഹാമിദ ബീവിയാണ് പരിപാലിച്ചത്. കുട്ടിക്കാലത്ത് തന്നെ ആകർഷകമായ സ്വഭാവങ്ങൾ കണ്ടു തുടങ്ങി. ക്ഷമ, സൽസ്വഭാവം, സത്യസന്ധത, ബുദ്ധിവൈഭവം, ആത്മധൈര്യം, സേവനപരത തുടങ്ങി ഒട്ടനേകം നല്ല വിശേഷണങ്ങൾ അദ്ദേഹം ആർജിച്ചെടുത്തു. ജിജ്ഞാസയും ജ്ഞാനതൃഷ്ണയുമുള്ള അപൂർവം കുട്ടികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. വളരെ ചെറുപ്പകാലത്ത് തന്നെ സ്ഫുടമായി അറബി സംസാരിക്കുവാൻ പഠിച്ചു. അതോടെ 8ാം വയസ്സിൽ തന്നെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി ജനങ്ങൾക്കിടയിൽ ഹാഫിദ് എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. ഇതിനിടെ അരവിമോൻ തന്റെ വളർത്തുമയിൽ നിന്നും ചില ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കേൾക്കുന്നത്. ആ മാതാവിന്റെ അതിർത്തിൽ നിന്നും പുറത്തു വരുന്ന ഓരോ വാക്കുകളും ആ മകൻ സാഗൂതം ശ്രവിച്ചുകൊണ്ടിരുന്നു. മകനെ, നിന്നെ പുത്രതുല്യ സ്നേഹിച്ച മാതൃനും ബന്ധപ്പെട്ടവരും പ്രബോധനാവശ്യാർത്ഥം നിന്റെ ചെറുപ്പത്തിൽ തന്നെ അങ്ങകലെയുള്ള കേരളത്തിലേക്ക് യാത്രയായിട്ടുണ്ട്. അവരവിടെ പ്രബോധന പ്രവർത്തനങ്ങളുമായി കഴിയുകയാണ്. ഇത് കേട്ടതും ആ കൊച്ചുമകൻ ഉത്സാഹിതനായി. അവന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും 1000 കണ്ണുനീർ വാർത്തു. പിന്നെ അവൻ താമസിച്ചു നിന്നില്ല. തന്റെ വളർത്തുമ്മയുടെ തൊട്ടരികിലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് മാതൃ സഹോദരിയോട് ഇങ്ങനെ പറഞ്ഞു: പുന്നാര പൂമോനൊരു സമ്മതമേകിടുമ്മ, മലബാറിൻ മധുര പച്ചയിലെ കാണൻ പൊന്നുമ്മ. പുന്നാര പൂമോനൊരു സമ്മതമേകിടുമ്മ, മലബാറിൻ മധുര പച്ചയിലെ കാണൻ പൊന്നുമ്മ. അറിവുകൾ നുകരും സുഹൃതങ്ങൾ നിറയും, അറിവുകൾ നുകരും സുഹൃതങ്ങൾ നിറയും. ഏകിടുമ്മ സമ്മതം മുള്ളിടുമ്മ, ഏകിടുമ്മ സമ്മതം മുള്ളിടുമ്മ. ദഅവത്തിൻ പാത തെളിക്കാൻ
പഠിക്കാൻ അറിവ് നിറയ്ക്കാൻ പുതുമ വരുത്താൻ ഖിദ്മത്തിൻ പാതയിലേറാൻ ഉലകമിലാകെ ദീനിനുണർത്താൻ ദഅവത്തിൻ പാത തെളിക്കാൻ അറിവ് നിറയ്ക്കാൻ പുതുമ വരുത്താൻ ഖിദ്മത്തിൻ പാതയിലേറാൻ ഉലകമിലാകെ ദീനിനുണർത്താൻ ഏകിടുമ്മ സമ്മതം മുള്ളിടുമ്മ ഏകിടുമ്മ സമ്മതം മുള്ളിടുമ്മ ഏകി വഴി തേടി കാഫില കൂട്ടമിലായി പോയി മനമാകെ കുളിരായി സന്തോഷമിലായി ഏകി വഴി തേടി ഒരു കാഫില കൂട്ടമിലായി പോയി മനമാകെ കുളിരായി സന്തോഷമിലായി ഏകിടൂ റബ്ബേ ഹക്കിൻ മാർഗമേകിടൂ ഏകിടൂ റബ്ബേ ഹക്കിൻ മാർഗമേകിടൂ പുന്നാര പൂമോദൽ സമ്മതമേകിടുമ്മ മലബാറിൻ മധുര പച്ചയിലെ കാണൻ പൊന്നുമ്മ. ഉമ്മ, എനിക്കും പോകണം അങ്ങോട്ട്, എന്റെ അമ്മാവന്മാരുടെ നാട്ടിലേക്ക്. അവർ എന്നെ സ്വന്തം മകനെ തുല്യ സ്നേഹിച്ചവരില്ലേ. ഞാൻ പ്രായപൂർത്തിയാവാൻ കാത്തിരിക്കുകയാണ്. എനിക്കും അവരോട് കൂടെ മതപ്രബോധനത്തിൽ മുഴുകണം. എന്നെ അനുവദിച്ചാലും മാതാവേ. ഇത് കേട്ടതും ആ മാതൃ സഹോദരി ഞെട്ടി. അങ്ങ് അകലെയുള്ള കേരളത്തിലേക്ക് പുറപ്പെടുകയോ, അതും ഇത്ര ചെറുപ്പത്തിലോ? ഒന്ന് ഞെട്ടിയെങ്കിലും ആ മഹതി യാതൊരു വിമുഖതയും കാണിച്ചില്ല. പകരം എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാമെന്നും മലബാറിലേക്ക് പോകുന്ന കച്ചവടക്കാരോട് കൂടെ യാത്ര അയക്കാമെന്നും വാക്കു കൊടുത്തു. അവന്റെ ആഗ്രഹങ്ങളല്ലേ, നല്ലതല്ലേ? അവൻ പോകുന്നത് മതപ്രബോധനത്തിനല്ലേ? ആ മകൾ ചിന്തിച്ചു. ആ കൊച്ചുമകൻ ആനന്ദത്താൽ തുള്ളിച്ചാടി. വല്ലാത്തൊരാവേശം തോന്നി. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി, കാലം ഓരോന്നായി കഴിഞ്ഞുപോയി. ഇതിനിടെ തന്റെ മാതുരന്റെയും മാതുരപുത്രന്റെയും പാത സ്വീകരിച്ച് കേരളത്തിലേക്ക് പുറപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ മാതൃ സഹോദരിയും പിതൃ സഹോദരിയും കൂടി വേഗത്തിൽ ഒരുക്കി കൊടുത്തു. വളർത്തുമാതാവിന്റെയും കുടുംബജനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും അനുമതിയോടെ ആ യുവാവ് ഷഹർമുക്കല്ല തുറമുഖത്ത് നിന്ന് മലബാറിലേക്ക് ചരക്കു കപ്പലിൽ യാത്രയായി. അന്ന് അദ്ദേഹത്തിന് വയസ്സ് വെറും 16. ആ കൊച്ചു യുവാവിനെയും ചരക്കു കപ്പലിലെ യാത്രക്കാരെയും വഹിച്ചുകൊണ്ട് കപ്പൽ കാറ്റിന്റെ താളത്തിനൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞ് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു. തുറമുഖത്ത് നോക്കി നിൽക്കുന്നവരിൽ നിന്നും മാറി മറിഞ്ഞ് അത് നടുക്കടലിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ശാന്തമായ കടലും കാറ്റിൽ സഞ്ചരിക്കുന്ന കപ്പലും മാത്രം. ഹിജ്റ വർഷം 1183 റമദാൻ 19 ആ കപ്പൽ കോഴിക്കോട് തീരത്തെത്തി. തന്റെ മാതൃനെ കാണുവാനുള്ള ആഗ്രഹത്തോടെയും മലബാറിൽ വലിയൊരു നവോത്ഥാനം നടത്തുവാനുള്ള ചിന്തയോടെയും ആ യുവാവ് കപ്പലിൽ നിന്നും ഇറങ്ങി. 1000 ചിന്തകൾ, 1000 ആഗ്രഹങ്ങൾ, 1000 സ്വപ്നങ്ങൾ. ആ യുവാവ് തുറമുഖത്തിന് നേരെ നടന്നു നീങ്ങി. പക്ഷേ ഹക്കിന്റെ നാട്ടിൽ ശംസായുദിച്ച് പാത തെളിച്ചുള്ള മഹബൂബരെ, അഷ്റഫുൽ ഖൽക്കിൻ പാത തെളിച്ച് അഹ്ലു ബൈത്തിന്റെ പൊന്നോമലേ. സെയ്തോരിന്ന് മൗതായിദാ, സെയ്തോരിന്ന് മൗതായിദാ. വേർപാടിൻ വാർത്ത മനസ്സിൽ നിറച്ച് ദുഃഖത്തിൻ വേദന തീർത്തും സഹിച്ച് സെയ്തലവിത്തങ്ങൾ ശംസായുദിത്ത് അവിടം മഖാമിൽ ദുആയും മുരത്ത്. വേർപാടിൻ വാർത്ത മനസ്സിൽ നിറച്ച് ദുഃഖത്തിൻ വേദന തീർത്തും സഹിച്ച് സെയ്തലവിത്തങ്ങൾ ശംസായുദിത്ത് അവിടം മഖാമിൽ ദുആയും മുരത്ത്. പൂമാൻ വിട ചൊല്ലിയില്ലേ, പൂവിൻ ഇതളുകൾ വാടിയില്ലേ. പൂമാൻ
തുറമുഖത്തെത്തിയതും ആ യുവാവിന്റെ മുഴുവൻ പ്രതീക്ഷകളും ചിറങ്ങൊടിഞ്ഞു. വല്ലാതെ നിരാശനായി പോയി. ഇന്നാലില്ല, തന്റെ 2ാം വയസ്സിൽ തെരീമിൽ നിന്നും മലബാറിലേക്ക് യാത്ര തിരിച്ച തന്റെ മാതുലൻ 2 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടിരിക്കുന്നു. ഞാനിനി എന്ത് ചെയ്യും? ആ യുവാവ് വിതുമ്പി. ആ യുവാവിനെ കപ്പലിലെ ചില സഹയാത്രികർ സയ്യിദ് ഷെയ്ഖ് ജിഫ്രിയുടെ ഭവനത്തിലെത്തിച്ചു. ഷെയ്ഖ് ജിഫ്രി അതിഥിയെ നാട്ടുപ്രമാണിമാർക്കും കാരണവന്മാർക്കും പരിചയപ്പെടുത്തി. അന്ന് രാത്രി അതിഥിയെ നന്നായി സൽക്കരിക്കുകയും തന്റെ വീട്ടിൽ തന്നെ താമസിപ്പിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ പ്രഭാത ഭക്ഷണം കഴിച്ച് ഇരുവരും കടലുണ്ടിപ്പുഴയുടെ വടക്കേ തീരമായ മമ്പുറം എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. മാതുരന്റെ കബറിടം സന്ദർശിക്കുകയായിരുന്നു ഇരുവരുടെയും യാത്രാ ഉദ്ദേശം. ഷെയ്ഖ് ഹസൻ ജിഫ്രിയുടെ കബറിടം സന്ദർശിച്ച ശേഷം അവിടുത്തെ നാട്ടുപ്രമാണിമാരോടും കാരണവന്മാരോടും ബന്ധുക്കളോടും ഇനി മുതൽ ഇവിടുത്തെ മത സാംസ്കാരിക രംഗങ്ങളിൽ ഷെയ്ഖ് ഹസൻ ജിഫ്രിയുടെ സ്ഥാനം വഹിക്കുന്നതും കാർമ്മികത്വം വഹിക്കുന്നതും ഈ യുവാവായിരിക്കുമെന്ന് അറിയിച്ചു. പിന്നീട് ഷെയ്ഖ് ജിഫ്രി തന്റെ നാടായ കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചു. ഏകാന്തനായ ആ യുവാവ് മലബാർ എന്ന കൊച്ചു ഗ്രാമത്തിൽ സ്ഥിരതാമസമാക്കി. ആ യുവാവാണ് പിന്നീട് ചരിത്ര താളുകളിൽ മമ്പുറം തങ്ങൾ എന്ന പേരിലും കുത്തുബുസമാൻ സയ്യിദ് അലവി മൗലദവീല തങ്ങൾ എന്ന പേരിലും പ്രസിദ്ധി നേടിയ വ്യക്തി. മമ്പുറത്ത് സ്ഥിരതാമസമാക്കിയ സയ്യിദ് അലവി തങ്ങൾ പ്രസരിപ്പോടെ സർവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറിയ കാലം. താമസമാക്കിയതിന്റെ തൊട്ടടുത്ത വെള്ളിയാഴ്ച അദ്ദേഹം ജുമ നമസ്കരിക്കുന്നതിന് വേണ്ടി പോയത് തൊട്ടടുത്ത തിരൂരങ്ങാടി വലിയ ജുമാഅത്ത് പള്ളിയിലേക്കായിരുന്നു. വലിയ പണ്ഡിതനായ ഖാദി ജമാലുദ്ദീൻ മഖ്ദൂമാണ് അവിടെ ഖുതുബ നിർവഹിച്ചിരുന്നത്. ഖുതുബയ്ക്ക് ശേഷം ജുമാ നമസ്കാരം നടക്കുന്നതിനിടെ പെട്ടെന്ന് സയ്യിദ് അലവി തങ്ങൾ തന്റെ കൈയയച്ച് കൂട്ടത്തിൽ നിന്ന് മാറി പള്ളിയുടെ മറ്റൊരു ഭാഗത്ത് പോയി ളുഹർ നമസ്കാരം തുടങ്ങി. ജമാഅത്ത് കഴിഞ്ഞതും നവാഗതന്റെ പ്രവൃത്തിയിൽ അതൃപ്തി കൊണ്ട് ദേഷ്യത്തോടെ എല്ലാവരും ഒരു ഭാഗത്തേക്ക് കുതിച്ചു പാഞ്ഞു. അവർ പൊട്ടിത്തെറിച്ചു. സയ്യിദ് അലവി തങ്ങൾ അജബാലലംഘിടുന്നേ, ജനം കോപത്താൽ വിരണ്ടേ, ഒരു ജുമ നേരമന്നേ. ചോദ്യം അന്നുയർന്നേ, ഉശിരിൽ ജവാബുയർന്നേ, സദസാകെ മൂകമായേ, മലരാകെ മദ്ഹിലായേ. കൽബിലേറെ കാവലായുദിച്ച വലിയേ, കണ്ണിലേറെ കാണാൻ കൊതിച്ചൊരു പൊന്നിറമാണേ. കൽബിലേറെ കാവലായുദിച്ച വലിയേ, കണ്ണിലേറെ കാണാൻ കൊതിച്ചൊരു പൊന്നിറമാണേ. സയ്യിദ് അലവി തങ്ങൾ അജബാലലംഘിടുന്നേ, ജനം കോപത്താൽ വിരണ്ടേ, ഒരു ജുമ നേരമന്നേ. ചോദ്യം അന്നുയർന്നേ, ഉശിരിൽ ജവാബുയർന്നേ, സദസാകെ മൂകമായേ, മലരാകെ മദ്ഹിലായേ. മമ്പുറത്തിൻ തോപ്പിലെ അന്ധത നീക്കിയ താജേ, മന്നവന്റെ റിളയിലായി അത്ഭുതം തീർത്ത പൂവേ. മമ്പുറത്തിൻ തോപ്പിലെ അന്ധത നീക്കിയ താജേ, മന്നവന്റെ റിളയിലായി അത്ഭുതം തീർത്ത പൂവേ. ദിനമാകെ പൂർണ്ണ ചന്ദ്രനായുദിച്ച പൊന്നിലാവ്, കടലായി വന്ന് ജീവിതം നയിച്ച പൊൻസിറാജ്. സയ്യിദ് അലവി തങ്ങൾ അജബാലലംഘിടുന്നേ, ജനം കോപത്താൽ വിരണ്ടേ, ഒരു ജുമ നേരമന്നേ. ചോദ്യം അന്നുയർന്നേ, ഉശിരിൽ ജവാബുയർന്നേ, സദസാകെ മൂകമായേ, മലരാകെ മദ്ഹിലായേ. ഇത്ര ചെറുപ്പത്തിൽ തന്നെ നമ്മളെ കാവ്യാരേക്കാൾ വലുതായ ഇദ്ദേഹം ഒരു യമൻകാരൻ വന്നിരിക്കുന്നു. കാലങ്ങളായി ഇവിടെ നിൽക്കുന്ന ഇമാമിനെ എതിർക്കാൻ മാത്രം ഇവനാരാ? ഒരു ധിക്കാരി. ചിലർ ശകാരത്തോടെ പറഞ്ഞു തുടങ്ങി. മറ്റു ചിലർ നവാഗതന്റെ പ്രവൃത്തി കണ്ട് അത്ഭുതപ്പെട്ടു നിന്നു. ഏതായാലും കാര്യത്തിന്റെ നിജസ്ഥിതി മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ചിലർ സയ്യിദ് അലവി തങ്ങളെ നേരിൽ കണ്ടു. മഹാനവറുകൾ വിനയത്തോട് അവരോട് പറഞ്ഞു. നിസ്കാരത്തിൽ പ്രവേശിച്ചതോടെ കാലി ഒരു പശുവിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അതു കാരണം ഞാൻ അദ്ദേഹത്തെ പിരിയുകയായിരുന്നു. നവാഗതർ ഉടനെ തന്നെ കാലിയെ സമീപിച്ച് കാര്യം തിരക്കി. മറുപടി കേൾക്കേണ്ട താമസം അവർ അത്ഭുത സ്തബ്ധരായിപ്പോയി. 100% ശരി തന്നെ. വലിയോർത്തുകാരനായ ഒരാൾ ഇന്നെന്റെ ഭാര്യയ്ക്ക് ഒരു പശുവിനെ കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. നിസ്കാരത്തിൽ ഞാനത് ഓർത്തു പോയതാണ്. മനസ്സിലെ കാര്യങ്ങൾ പോലും അദ്ദേഹം മനസ്സിലാക്കുന്നു. ആ കൊച്ചു യുവാവ് ഒരു മഹാൻ തന്നെ. ഇതോടെ സയ്യിദ് അലവി തങ്ങളുടെ സ്വീകാര്യത നാട്ടുകാർക്കിടയിൽ പൂർവോപരി വർദ്ധിച്ചു. അഭിമാനത്തോടെയും മഹത്വത്തോടെയും സയ്യിദ് അലവി തങ്ങൾ മമ്പുറത്ത് വസിക്കുന്ന കാലം. ഒരിക്കൽ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട ഒരു ധനികന്റെ കപ്പൽ നിറയെ കച്ചവട ചരക്കുകളുമായി അറബിക്കടലിലൂടെ വിദേശത്തേക്ക് നീങ്ങുകയാണ്.
ഇതറിഞ്ഞ സയ്യിദലവി തങ്ങൾ തന്റെ ആത്മമിത്രവും പാറക്കടവ് കാളിയുമായിരുന്ന വലിയ അബ്ദുൽ ഖാദർ തങ്ങളോട് കുറച്ച് ചൂട്ടുകൾ കെട്ടി സൂക്ഷിക്കുവാനായി പറഞ്ഞു. 5 മാസങ്ങൾ കഴിഞ്ഞുപോയി. ഇതിനിടെ തങ്ങളവർകൾ ഒരിക്കൽ തന്റെ സുഹൃത്തിനോട് ചൂട്ടുകൾ കൊണ്ടുവരാൻ കൽപ്പിച്ചു. ഉടനെ മറ്റൊരാളെ വിളിച്ചുകൊണ്ട് അവ ഓരോന്നായി കത്തിച്ച് തെങ്ങിൻ മുകളിൽ കയറി ഉയരത്തിൽ മിന്നാനായി കൽപ്പിച്ചു. കാലങ്ങളോളം ഇതിനു പിന്നിലെ രഹസ്യം ഒരാൾക്കും മനസ്സിലായതുമില്ല. അങ്ങനെയിരിക്കെയാണ് കാലങ്ങൾക്ക് ശേഷം ധനികനായ ഒരാൾ വിലയേറിയ ചരക്കുകളുമായി മമ്പുറത്തെത്തിയത്. ആദരവോടെ അയാൾ തങ്ങളുടെ സദസ്സിൽ പ്രവേശിച്ചു. വിനയത്തോടെ തങ്ങളോട് ഇങ്ങനെ പറഞ്ഞു: ബഹറിങ്കരെ അലയൊലി പൊങ്കിടലായി, ചുടുനീര് പടർത്തിടലായി, കടൽ കാറ്റ് വിപത്തായി മാറിടലായി, ഖൗഫാല കരഞ്ഞു വിളിച്ചിടലായി, യാ റബ്ബേ നീ തുണയായി, കുതുബുസ്സമാനിൻ ബർക്കത്തിനായി. യാ സയ്യിദോരെ ഖുദ് ബിയൈദിനാ സുർആ, യാ സയ്യിദോരെ ഖുദ് ബിയൈദിനാ സുർആ, റബ്ബനാ നജ്ജിനാ ബിബർകതി ഹബീബിനാ, റബ്ബനാ നജ്ജിനാ ബിബർകതി ഹബീബിനാ. കാട്ടി ചെറുചൂട്ടിൻ വട്ടം മട്ടവി തങ്ങിൻ നറ്റവിലേറി, നീട്ടി കരവേറെ സായത്താലൊരു നേട്ട കറാമതിലേറി, കാട്ടി ചെറുചൂട്ടിൻ വട്ടം മട്ടവി തങ്ങിൻ നറ്റവിലേറി, നീട്ടി കരവേറെ സായത്താലൊരു നേട്ട കറാമതിലേറി. നേരത്തോ യാശ നിറഞ്ഞൊരു ഹാല് തികഞ്ഞിടലായി, കാഫില കൂട്ടമതേറ്റം സുറൂറ് പരത്തി, ചൂട്ടിനു നേരത്തെ പീന പറത്തി, പിന്നിൽ പുഞ്ചിരി താളം നിരത്തി, നെഞ്ചിലെ കനലുകളാകെ കെടുത്തി വേദനയടുത്തു കാഫില സുരക്ഷ നേടിടലായി, കെടുത്തി വേദനയടുത്തു കാഫില സുരക്ഷ നേടിടലായി. ബഹറിങ്കരയലി പൊങ്കിടലായി, ചുടുനീര് പടർത്തിടലായി, കടൽക്കാറ്റ് വിപത്തായി മാറിടലായി, ഖൗഫാല കരഞ്ഞു വിളിച്ചിടലായി, യാ റബ്ബേ നീ തുണയായി, കുതുബുസ്സമാനിൻ ബർക്കത്തിനായി. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കപ്പൽ വിലയേറിയ ചരക്കുകളുമായി അറബിക്കടലിലൂടെ വിദേശത്തേക്ക് നീങ്ങുകയായിരുന്നു. ഉൾക്കടലിലെത്തിയപ്പോ ശക്തമായ കാറ്റും കോളും കാരണം ഞങ്ങൾക്ക് കപ്പൽ നിയന്ത്രിക്കാൻ സാധിക്കാതെയായി. ശക്തമായ തിരമാലയിൽപ്പെട്ട് കപ്പൽ ആടി ഉലഞ്ഞു. ഞങ്ങൾ മരണത്തെ കൺമുന്നിൽ കണ്ടു. ഭയചകിതരായ ഞങ്ങൾക്ക് മുന്നിൽ രക്ഷക്കായി യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ചരക്കുകളെല്ലാം ഇങ്ങോട്ട് സംഭാവന ചെയ്യുക എന്ന ആശയം ഉദിച്ചത്. ഉടനടി ഞങ്ങളത് ചെയ്യുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, അങ്ങ് ദൂരത്ത് ഒരു വെളിച്ചം പ്രത്യക്ഷമായി. അതോടെ ഞങ്ങൾ ദിശ തിരിച്ചറിഞ്ഞു, ആ ഭാഗത്തേക്ക് സഞ്ചരിച്ചു. അങ്ങനെ രക്ഷപ്പെട്ടു വന്നതാണ് തങ്ങളെ. ഈ സംഭാവനകൾ അങ്ങ് സ്വീകരിച്ചാലും അവർ വിനയത്തോടെ തങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈ സംഭവം കേട്ടപ്പോഴാണ് പലർക്കും തങ്ങൾ ചൂട്ട് കത്തിച്ച് മിന്നാൻ പറഞ്ഞതിന്റെ രഹസ്യം മനസ്സിലായത്. കാലങ്ങൾ പിന്നെയും ഓരോന്നായി കഴിഞ്ഞുപോയി. ഈ കാലയളവിനുള്ളിൽ സയ്യിദലവി തങ്ങളിൽ നിന്നും പല കറാമത്തുകൾ പല ജനങ്ങളായി പല ഇടങ്ങളിൽ വെച്ചായി കാണുകയുണ്ടായി. വാനലോകത്തെ താരകങ്ങളെപ്പോലെ മിന്നി പ്രകാശിക്കുന്ന മമ്പുറം തങ്ങളുടെ ശിഷ്യന്മാർ, അവർക്കിടയിൽ സൂര്യ തേജസ്സായി മമ്പുറം തങ്ങളും. ഈ സദസ്സിലേക്കാണ് ഒരിക്കൽ താനൂർ സ്വദേശിയായ പങ്കിയാറകന്റെ അകത്ത് മുഹമ്മദ് ഹാജി തങ്ങളെ വന്ന് കാണുന്നത്. പീഡിത ജനതയുടെ കണ്ണിലുണ്ണി, നിരാലംബരുടെ സഹയാത്രികൻ, ഏവരുടെയും ചെങ്കിലെ ചോര, അത് മറ്റാരുമല്ല സയ്യിദലവി തങ്ങൾ തന്നെ. തങ്ങളുടെ നേതാവിന്റെ മുമ്പിൽ തന്റെ മുഴുവൻ പ്രയാസങ്ങളും അവതരിപ്പിച്ച് അയാൾ കണ്ണുനീർ വാർത്തു. മഹാനവറുകളെ, വിവാഹപ്രായമെത്തിയ മകൾക്ക് സ്ത്രീധനം കൊടുക്കാനാകാതെ വിഷമിക്കുകയാണ് ഞാൻ. എന്നെ സഹായിക്കണം തങ്ങളെ. ഇത് കേട്ട തങ്ങൾ പറഞ്ഞു, വിവാഹം നിശ്ചയിച്ചതുപോലെ നടത്തുക. ശേഷം തന്റെ കയ്യിൽ ഒരൽപ്പം പഞ്ചസാര നൽകിയിട്ട് തങ്ങൾ തുടർന്നു, ഇതുമായി നീ ബംഗാളിലേക്ക് പോവുക. അവിടെ നിനക്ക് ജാർ മുഹമ്മദ് എന്ന ഒരാളെ കാണാം. അദ്ദേഹത്തോട് എന്റെ സലാം പറയുക. ശേഷം ഈ പഞ്ചസാര അദ്ദേഹത്തിന് നൽകുക. ഈ വാക്കുകൾ കേട്ട മുഹമ്മദ് ഹാജി ഒരു നിമിഷം ശങ്കിച്ചു നിന്നു. എങ്ങനെ തനിക്കൊരറിവുമില്ലാത്ത ഒരു നാട്ടിലേക്ക് പുറപ്പെടും, അതും വിദൂര സ്ഥലത്തേക്ക്? എങ്കിലും പുറപ്പെടുക തന്നെ, തങ്ങൾ പറഞ്ഞതല്ലേ. യാത്ര ചെലവായി 4 രൂപയും നൽകി തങ്ങൾ തന്നെ അദ്ദേഹത്തെ യാത്ര അയച്ചു. കാറ്റും കോളുമുള്ള കടയിലെ കപ്പലും അപരിചിതരായ യാത്രക്കാരും എല്ലാം അദ്ദേഹത്തിന് പ്രയാസകരമായി തോന്നി. എങ്കിലും എല്ലാം മനസ്സിലൊതുക്കി അയാൾ യാത്ര തുടർന്നു.
ബംഗാളിലേക്കുള്ള കപ്പൽ ഒരു ക്രിസ്ത്യാനിയുടേതായിരുന്നു. അവരുടെ ഭാര്യ ഒരു കുടില മനസ്കയും. യാത്രയിൽ മുഹമ്മദ് ഹാജി നമസ്കരിക്കുന്നതും പഞ്ചസാരയുമായി പോകുന്നത് ഒരു വിവാഹത്തിനുള്ള സാമ്പത്തികത്തിനാണ് എന്നതും മുതലാളിയുടെ ഭാര്യ അടക്കം പലരും പരിഹസിച്ചു. നിസ്കരിക്കുമ്പോ ഹാജിയാരുടെ തോളിൽ തന്റെ കുരങ്ങനെ കയറ്റി ആ കുടില മനസ്ക ഹാജിയാരെ പ്രയാസപ്പെടുത്തി. ബുദ്ധിമുട്ടുകൾ സഹിക്കവയ്യാതായപ്പോ ഹാജിയാര് തങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു, തങ്ങളോട് പരാതിപ്പെട്ടു. ഉടനെ അവൾക്ക് ശക്തമായ വയറുവേദനയും ഛർദിയും പിടിപെട്ടു. ഒരു മരുന്നും ഫലിക്കുന്നില്ല. രോഗം ദിനം പ്രതി മൂർജിച്ചു കൊണ്ടിരുന്നു. എല്ലാവരും പരിഭ്രാന്തരായി. അവർ ഹാജിയാരോട് ചികിത്സിച്ചു നോക്കാൻ ആവശ്യപ്പെട്ടു. ഹാജിയാർ തന്റെ കൈവശമുള്ള പഞ്ചസാരയിൽ നിന്ന് ഒരൽപ്പം നൽകി. അത്ഭുതമെന്ന് പറയട്ടെ, രോഗം നിശ്ചലമായി. എല്ലാവരും അത്ഭുത പരിതന്ത്രരായി മാറി. ഹാജിയാർ ബംഗാളിലെത്തി. ആളുകളോട് യാർ മുഹമ്മദിനെ കുറിച്ച് അന്വേഷിച്ചു. ചോദിച്ചവരെല്ലാം അത്ഭുതത്തോടെയാണ് അദ്ദേഹത്തെ നോക്കിയത്. അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല. അതിനിടെ ഒരാൾ ഹാജിയാരെ യാർ മുഹമ്മദിന് മുമ്പിൽ കൊണ്ടെത്തിച്ചു. ഹാജിയാർ അത്ഭുത സ്തംഭനായി പോയി. ഒരു വാക്ക് പോലും ഉരുവിടാൻ സാധിച്ചില്ല. അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ഞെട്ടിത്തഴിച്ചു. വിശന്നു വരഞ്ഞ സിംഹത്തിന് മുമ്പിൽപ്പെട്ട മാമ്പേടയെപ്പോലെ വിറച്ചു, ഒന്നാകെ തഴിച്ചു. എന്ത് മമ്പുറം തങ്ങളിലോതുകയായി ആ പുണ്യമഹാൻ വിധി നൽകുകയായി. മമ്പുറം തങ്ങളിലോതുകയായി ആ പുണ്യമഹാൻ വിധി നൽകുകയായി. നടയായി ഇടയായി സുബ്ഹാന്റെ ഖലാ സുറൂറിലുമായി. നടയായി ഇടയായി സുബ്ഹാന്റെ ഖലാ സുറൂറിലുമായി. തിരമാലകളേറെ താണ്ടുകയായി സുബ്ഹാനിൽ ശിരസ് നമിക്കുകയായി. കാട്ടാള വികാരം ഏൽക്കുകയായി റഹ്മാനിൻ കൈകൾ ഉയർത്തുകയായി. കനലായി വിധിയായി ദുആയോടെ അജായിബേറുകയായി. കനലായി വിധിയായി ദുആയോടെ അജായിബേറുകയായി. തൊലബേറെ കഴിഞ്ഞെത്തുകയായി ജനമോ മജ്നൂനിനെ കാട്ടുകയായി. അജബോടെ സലാമുരക്കുകയായി സമയം ജൂനൂന് ശമിച്ചിടലായി. ശിഫയായി സുഖമായി എൻ മുറാദുകൾ വിട്ട് കറാമത്താൽ. ശിഫയായി സുഖമായി എൻ മുറാദുകൾ വിട്ട് കറാമത്താൽ. മമ്പുറം തങ്ങളിലോതുകയായി ആ പുണ്യമഹാൻ വിധി നൽകുകയായി. മമ്പുറം തങ്ങളിലോതുകയായി ആ പുണ്യമഹാൻ വിധി നൽകുകയായി. നടയായി ഇടയായി സുബ്ഹാന്റെ ഖലാ സുറൂറിലുമായി. നടയായി ഇടയായി സുബ്ഹാന്റെ ഖലാ സുറൂറിലുമായി. സുബ്ഹാനല്ലാഹ്, തമ്പുരാനെ, ചിത്തഭ്രമം ബാധിച്ച് ചെങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഈ ഭ്രാന്തന്റെ അടുത്തേക്കാണോ തെങ്ങളെന്ന് അയച്ചിരിക്കുന്നത്? ഞാൻ എനിക്ക് എന്ത് ചെയ്യും? അയാൾ വിതുമ്പി. എങ്കിലും ഹാജിയരുടെ മനസ്സിൽ എവിടെയോ പ്രതീക്ഷയുടെ 1000 ഞാമ്പുകൾ ഉയർന്നു വന്നു. തങ്ങൾ പറഞ്ഞതല്ലേ, മാനവர்கள் വല്ലതും കണ്ടിട്ടുണ്ടാവും. വിറക്കുന്ന പാദത്തോടെ, ഇടറുന്ന ശബ്ദത്തോടെ ഹാജിയാർ യാർ മുഹമ്മദിന്റെ അടുത്തേക്ക് കടന്നതും ചെങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് അസഭ്യം പുഴമ്പുന്ന തെറി വിളിക്കുന്ന യാർ മുഹമ്മദ് ശാന്തൻ. ഹാജിയാർ പറഞ്ഞു, അസ്സലാമു അലൈക്കും. മമ്പുറത്തെ സയ്യിദ് അലവി തങ്ങൾ നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്. കൂടെ തന്റെ കയ്യിൽ തങ്ങൾ നൽകിയ പഞ്ചസാരയിൽ നിന്ന് അല്പം നൽകി. ഒരു മഹാത്ഭുതം എന്നോണം തൽക്ഷണം യാർ മുഹമ്മദിനെ ബാധിച്ചിരുന്ന ചിത്തഭ്രമം ഭേദമായി. വൈദ്യന്മാരെല്ലാം കൈയൊഴിഞ്ഞത് കാരണം പ്രതീക്ഷയേറ്റ് കിടന്നിരുന്ന യാർ മുഹമ്മദ് തന്റെ അടക്കാനാവാത്ത സന്തോഷത്താൽ ഹാജിയാർക്ക് വേണ്ടത്ര ഉപഹാരങ്ങളും സമ്മാനങ്ങളും നൽകി. ഹാജിയാർ സന്തോഷം മടങ്ങി വന്ന് എല്ലാം തങ്ങളോട് അത്ഭുതപൂർവ്വം വിശദീകരിച്ചു കൊടുത്തു. വല്ലാത്തൊരനുഭവം തന്നെ. അതോടെ അത്ഭുതവും. സയ്യിദ് അലവി തങ്ങൾ അക്ഷമനായ സ്വതന്ത്രപ്രേമിയായിരുന്നെന്ന് പറയേണ്ടതില്ലല്ലോ. ബ്രിട്ടീഷ് ഭരണം അദ്ദേഹത്തിന് സഹിച്ചിരുന്നില്ല. വിവിധ ദേശങ്ങളിലായി മാപ്പിളമാർക്കെതിരെ ബ്രിട്ടീഷുകാർ നടത്തിയിരുന്ന മാപ്പിള വിരുദ്ധ പോരാട്ടങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രതിരോധത്തിന്റെ രോഷാഗ്നി ആടി കത്തിക്കുകയായിരുന്നു. സയ്യിദ് അലവി തങ്ങൾ അക്ഷമനായ സ്വതന്ത്ര പ്രേമിയായിരുന്നുവെന്ന് പറയേണ്ടതില്ലല്ലോ. ബ്രിട്ടീഷ് ഭരണം അദ്ദേഹത്തിന് സഹിച്ചിരുന്നില്ല.
വിവിധ ദേശങ്ങളിലായി ബ്രിട്ടീഷുകാർ നടത്തിയ മാപ്പിള വിരുദ്ധ പോരാട്ടങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രതിരോധത്തിന്റെ രോഷാഗ്നി ആടി കത്തിക്കുകയായിരുന്നു. സയ്യിദലവി തങ്ങളുടെ പോരാട്ട വീര്യത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ല. മഹാനവറുകളുടെ ഉറ്റമിത്രവും ആത്മശിഷ്യനുമായിരുന്ന ഉമർ ഖാദിയുടെ ഒരു ചരിത്ര സംഭവം കേട്ടാൽ മതി. നികുതി നിഷേധത്തിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിരോധിക്കുക എന്ന രീതിശാസ്ത്രം ആദ്യമായി പരിചയപ്പെടുത്തിയത് ഉമർ ഖാദിയായിരുന്നു. വെളിയങ്കോട് അംശം അധികാരി മേനോനും ഉമർ ഖാദിയുടെ സ്വത്തിന് കനത്ത നികുതി ചുമത്തി. നികുതി വിരിക്കാൻ വരുന്ന ഗ്രാമീണോദ്യോഗസ്ഥരെ ഖാദിയാർ കണക്കിന് പരിഹസിക്കുകയും ചെയ്തു. അങ്ങനെ ഒരിക്കൽ നികുതി പിരിക്കാൻ ഗ്രാമീണോദ്യോഗസ്ഥരായ അധികാരിയും മേനോനും നേരിട്ട് തന്നെ കാക്കത്തറ ഭവനത്തിൽ വന്നു. അവർ വിനയപൂർവ്വം ഖാദിയാരെ സമീപിച്ച് പറഞ്ഞു, അവിടുത്തെ വസ്തുവകകൾക്ക് നിർബന്ധമായി നികുതി അടക്കണം. ഖാദിയാർ രോഷത്തോടെ പ്രതിവദിച്ചു, ടിപ്പു സുൽത്താനെ കൊല്ലുകയും രാജ്യസ്വരൂപങ്ങളെ തകർക്കുകയും ചെയ്ത ബ്രിട്ടീഷുകാരുടെ പാദസേവകരാണ് നിങ്ങൾ. ഇത് അള്ളാഹുവിന്റെ ഭൂമിയാണ്. ഞാൻ എന്ത് വേണമെങ്കിലും തരാം, പക്ഷേ നികുതി തരില്ല. ഖാദിയുടെ പ്രതികരണം കേട്ട് മേനോനും അധികാരിയും വാശിയോടെ കച്ചേരിയിലേക്ക് തിരിച്ചു. അവിടെ എത്തിയതോടെ ചാവക്കാട് തുകടിയായിരുന്ന വെള്ളക്കാരൻ നീബു സാഹിബിനെ കത്തെഴുതി. സന്ദേശം വായിച്ചപ്പോ തുകടി നീബു സാഹിബ് കുപിതനായി ഉമർ ഖാദിയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിറക്കി. അറസ്റ്റ് ചെയ്ത് ചാവക്കാട് എത്തിയപ്പോ ഖാദിയെ തീക്ഷ്ണമായി നോക്കിക്കൊണ്ട് നീബു ചോദിച്ചു, ബ്രിട്ടീഷുകാർക്ക് നികുതി നൽകില്ലെന്ന് പറഞ്ഞ മുസ്ലിയാർ താങ്കളാണോ? അതെ, ഞാൻ തന്നെ, ഉമർ ഖാദി പ്രതികരിച്ചു. ഇന്നാട്ടിലെ ഓരോ പ്രജയും രാജ്യനിയമം അനുസരിക്കൽ നിർബന്ധമാണ്. അതിന് തയ്യാറായില്ലെങ്കിൽ നാട് കടത്തുകയും സ്വത്ത് കണ്ടുകെട്ടുകയും ചെയ്യും. തുകടി ഭീഷണിപ്പെടുത്തി. തുകടിയുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പിക്കൊണ്ട് ഉമർ ഖാദി പൊട്ടിത്തെറിച്ചു. ആരെന്ന് പറഞ്ഞാലും ശരി, ഞാൻ നികുതി തരില്ല. ഇത് അള്ളാഹുവിന്റെ ഭൂമിയാണ്. ഏതൊരാൾക്കും ഇവിടെ സ്വസ്ഥമായി ജീവിക്കുവാനുള്ള അവകാശമുണ്ട്. താമസിയാതെ പട്ടാളക്കാർ മഹാനവരുടെ കരങ്ങളിൽ ആമം വെച്ച് പൂട്ടി ചാവക്കാട് ജയിലിലേക്ക് കൊണ്ടുപോയി. ജയിലിന് ചുറ്റും പട്ടാളക്കാരെ കാവൽ നിർത്തുകയും ചെയ്തു. പിറ്റേ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ അടുത്തു വന്ന് നോക്കിയപ്പോൾ അവർ ഞെട്ടിത്തരിച്ചു. ദൈവമേ, ഇതെന്ത് പരീക്ഷണമാ! ദീനിൽ മികച്ച സലാമായി ഏറ്റം മികந்த കറാമാൽ ഏറെ സഹിച്ച സിറാജായി നൂറും തെളിച്ച നിലാവായി ഉമർ ഖാദി സയ്യിദേ ഉലമായിൻ പുഷ്പമേ കറാമത്ത് കാട്ടിയേ കവാടം വിടർത്തിയേ കടലുണ്ടി പുഴയോരം അവരെത്തിയേ കടലോളമിൽ മിന്റെ വഴി തേടിയേ കുത്തുബുസ്സമാനിന്റെ അറിവേകിയേ കുത്തുബോളം അറിവും അവർ പുൽകിയേ കടലുണ്ടി പുഴയോരം അവരെത്തിയേ കടലോളമിൽ മിന്റെ വഴി തേടിയേ കുത്തുബുസ്സമാനിന്റെ അറിവേകിയേ കുത്തുബോളം അറിവും അവർ പുൽകിയേ ഷറഫും കർമ്മും അജുദും മതബും നിറഞ്ഞ രാജരേ കറുത്ത നിയമം എതിർത്തുടച്ച ധീര സയ്യിദേ ഷറഫും കർമ്മും അജുദും മതബും നിറഞ്ഞ രാജരേ കറുത്ത നിയമം എതിർത്തുടച്ച ധീര സയ്യിദേ ആരും മറക്കാത്ത സ്നേഹക്കനി കാലം തുടക്കാത്ത ഇശലിൻ വരി കണ്ണു നിറഞ്ഞു കരഞ്ഞു നിധി തോഹാ റസൂലിൻ സലാമായി പതി ആരും മറക്കാത്ത സ്നേഹക്കനി കാലം തുടക്കാത്ത ഇശലിൻ വരി കണ്ണു നിറഞ്ഞു കരഞ്ഞു നിധി തോഹാ റസൂലിൻ സലാമായി പതി ഷറഫും കർമ്മും അജുദും മതബും നിറഞ്ഞ രാജരേ കറുത്ത നിയമം എതിർത്തുടച്ച ധീര സയ്യിദേ ഷറഫും കർമ്മും അജുദും മതബും നിറഞ്ഞ രാജരേ കറുത്ത നിയമം എതിർത്തുടച്ച ധീര സയ്യിദേ. ലോക്കപ്പ് റൂം പൂട്ടിയ നിലയിൽ തന്നെ, പക്ഷെ അത് ശൂന്യമായിരിക്കുന്നു. ഉമർ ഖാദി അത്ഭുതകരമായി ജയിൽ മോചിതനായിരിക്കുന്നു. അതും ചുറ്റും കാവൽ നിന്നിരുന്ന പോലീസുകാരുടെ മൂക്കിൻ ചുവട്ടിൽ നിന്ന് ലജ്ജാകരം തന്നെ. പോലീസുകാർ തല കുനിച്ചു നിന്നു. ഇതിന്റെ ശേഷം ഉമർ ഖാദിക്ക് അനിശ്ചിത കാലത്തേക്ക് ജയിൽ ശിക്ഷ വിധിച്ചു. മലയാളത്തിന്റെ ധീര കേസരിയായിരുന്ന ഉമർ ഖാദി ചുരുങ്ങിയ ദിനങ്ങൾ കോഴിക്കോട് ജയിലിൽ കഴിച്ചുകൂട്ടി. താമസിയാതെ സയ്യിദലവി തങ്ങളും മറ്റു പൗരപ്രമാണികളും കളക്ടർക്ക് നിവേദനം നൽകിയത് മൂലം മഹാനവറുകളെ വെറുതെ വിട്ടു. ഇത് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള ശിഷ്യന്റെ രീതിയെങ്കിൽ ഇതിന് എല്ലാവിധ പിന്തുണകളും നൽകിയ ഗുരുവര്യർ സയ്യിദലവി തങ്ങളുടെ സ്വതന്ത്ര സമരവീര്യം എത്രമാത്രമായിരിക്കും. സാംസ്കാരികമായും
സാമൂഹികമായും സാമ്പത്തികമായും സമൂഹം അനുഭവിക്കുന്ന വേദനകളെ സ്വന്തം നെഞ്ചിലേറ്റി വാങ്ങുകയായിരുന്നു സയ്യിദ് അലവി തങ്ങൾ. അധിനിവേശക്കാരാണ് എന്ന അടിസ്ഥാന അവലക്ഷണത്തിനു പുറമെ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച രീതികളും അവർ നടപ്പിലാക്കിയ പദ്ധതികളും ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തെ വേദനിപ്പിക്കുന്നതും ദുരിതത്തിലയക്കുന്നതും തങ്ങൾ അവർ ശരിക്കും മനസ്സിലാക്കിയിരുന്നു. ഭരണകൂടവും നീതിന്യായ വ്യവസ്ഥയും നീതിപാലകരും ഒരുപോലെ ജനങ്ങളെ ഉപദ്രവിക്കുകയും പക്ഷാപാതപരമായി പെരുമാറുകയും ചെയ്യുമ്പോൾ തുറന്ന സമരത്തിലപ്പുറം മറ്റൊരു വിശുദ്ധ പാത അവർക്ക് കാണിച്ചു കൊടുക്കാനുണ്ടായിരുന്നില്ല. പല സമയങ്ങളിലായി പലയിടങ്ങളിലായി അവ പ്രായോഗികവൽക്കരിക്കപ്പെട്ടു. 1800 തുടങ്ങിയെങ്കിലും 1841 തീവ്രത പ്രാപിച്ച മാപ്പിള സമരങ്ങളുടെ സ്രോതസ്സും നേതാവും സയ്യിദ് അലവി തങ്ങൾ തന്നെയായിരുന്നു. മമ്പറും സയ്യിദ് അലവി തങ്ങളുടെ സമര ജീവിതത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഭവമാണ് 1843 അരങ്ങേറിയ ചെറൂർ കലാപം. ബ്രിട്ടീഷ് അനുകൂലിയായ കാപ്രാട്ടി കൃഷ്ണപ്പണിക്കർ കോഴിക്കോട്ടെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് കത്തയച്ച് മാപ്പിളമാർക്കെതിരെ വലിയൊരു സൈന്യത്തെ തന്നെ വിട്ടുതരാൻ ആവശ്യപ്പെട്ടു. പൊതുവെ മുസ്ലിം വിരോധിയായിരുന്ന പ്രധാന ഉദ്യോഗസ്ഥൻ മാപ്പിളമാരുമായി പോരാടാൻ വലിയൊരു സൈന്യത്തെ തന്നെ വിട്ടുകൊടുത്തു. ഈ സൈന്യത്തിന് കാപ്രാട്ടി കൃഷ്ണപ്പണിക്കരുടെ ബന്ധുക്കൾ വേണ്ടത്ര മദ്യവും സുഭിക്ഷമായ ഭക്ഷണവും നൃത്തവും പാട്ടുമായി ഒരു സംഭവ ബഹുലമായ സ്വീകരണവും നൽകി. പിറ്റേ ദിവസം മാപ്പിളമാർ വീട്ടിൽ നിന്നും പുറത്ത് ചാടി വരുന്നത് കണ്ട് ബ്രിട്ടീഷ് സൈന്യം പരിഭ്രാന്തരായി പിന്തിരിഞ്ഞോടി. വെറും 7 പേരെ കണ്ടുകൊണ്ടാണ് അവരുടെ 10 ഇരട്ടി വരുന്ന സർവായുധ സന്നാഹങ്ങളുള്ള സൈന്യം പിന്തിരിഞ്ഞോടിയത്. ധൈര്യം സംഭരിച്ച് ബ്രിട്ടീഷ് സൈന്യം വീണ്ടും യുദ്ധത്തിന് തയ്യാറായി വന്നു. വീറോടെ പോരാടിയ മാപ്പിളമാർക്ക് മുമ്പിൽ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ആധുനിക യുദ്ധോപകരണങ്ങളെല്ലാം ഒരു വേള നിശ്ചലമായി. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. വാളുകൾ തമ്മിൽ ഏറ്റുമുട്ടി. എങ്ങും അട്ടഹാസങ്ങൾ, ആർത്തനാദങ്ങൾ, ആർപ്പുവിളികൾ. യുദ്ധക്കളത്തിലെ പൊടിപടലങ്ങളല്ലാതെ മറ്റൊന്നും കാണുവാനില്ല. യുദ്ധത്തിൽപ്പെട്ട പലരും പിന്തിരിയുകയോ പിന്തിരിഞ്ഞോടുകയോ ചെയ്തു. കനത്ത പോരാട്ടത്തിനൊടുവിൽ മാപ്പിളമാർ 7 പേരും രക്തസാക്ഷികളായി. ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്ന് ഒരു സുബേദാറും 3 ശിപ്പായിമാരും കൊല്ലപ്പെട്ടു. ക്യാപ്റ്റൻ ലീഡർക്കും മറ്റ് 5 പേർക്കും ഗുരുതരമായി പരിക്കേറ്റു. മമ്പറം തങ്ങൾ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തുവെന്നാണ് പ്രബലമായ ചരിത്ര വീക്ഷണം. ക്യാപ്റ്റൻ ലീഡർ തങ്ങളെ യുദ്ധഭൂമിയിൽ വെച്ച് കണ്ടിരുന്നു. വേണ്ടത്ര ആയുധങ്ങളോ യുദ്ധസന്നാഹങ്ങളോ ഇല്ലാത്ത ചെറിയൊരു സംഘത്തിന് മുന്നിൽ സർവ്വ യുദ്ധക്കോപ്പുകളും അംഗബലവും എല്ലാമുള്ള തന്റെ സൈന്യം പിന്തിരിഞ്ഞോടാൻ ശ്രമിക്കുന്നതിന്റെ കാരണം അന്വേഷിക്കുകയായിരുന്നു ലീഡർ. യുദ്ധം ചെയ്യുന്ന അയാൾക്ക് പുറമെയും മറ്റൊരാൾ കൂടി അവരോടൊപ്പമുണ്ടെന്ന് അയാൾക്ക് ബോധ്യമായി. ശത്രുക്കളിൽ നിന്നും മറഞ്ഞ് അദൃശ്യനായി യുദ്ധം ചെയ്യുന്ന അയാളെ തിരിച്ചറിയാൻ ലീഡർ പല ശ്രമങ്ങളും നടത്തി. ഒടുവിൽ ഒരു കുന്നിൻ മുകളിൽ കയറി തന്റെ ബൈനോക്കുലറിലൂടെ യുദ്ധഭൂമി സസൂക്ഷ്മം നിരീക്ഷിച്ചു. ശത്രുനിരയിൽ വൻ നാശനഷ്ടങ്ങൾ വരുത്തി എല്ലാവരെയും കൊന്നും പരിക്കേൽപ്പിച്ചു മുന്നേറുന്ന ഒരാളെ കണ്ടു. ലീഡർ ഞെട്ടിത്തെറിച്ചു. തന്റെ സൈന്യത്തെ നിഷ്ഠൂരം അറുകുല ചെയ്യാൻ മാത്രം ആരാണ് ഇദ്ദേഹം? ആ അദൃശ്യൻ മമ്പുറം തങ്ങളായിരുന്നു. അടിയടിയായി ഹറബിൻ ചൊടി മികന്തിടലായി നിരനിരയായി അജബജബായി പതകമുഖം വിറച്ചിടലായി നിണമൊളിച്ചിടെ അടിയിടിത്തട തൊഴി നടക്കിടെ മുറ വിളിച്ചിടെ അടികടകമിലായി പടവെളി കുടലൊടിഞ്ഞിടെ നടുവൊടിഞ്ഞിടെ അതമരൊടിടെ തെക്ക് തിളങ്ങിടെ കികടി ചെടു പതകതിയതു നിറച്ചു നിന്നിടെ തുറച്ചു നോക്കിടെ പൊടി നിറഞ്ഞിടലായി അണിയണിയായി അടിയടിയായി ഹറബിൻ ചൊടി മികന്തിടലായി നിരനിരയായി അജബജബായി പതകമുഖം നിറച്ചിടലായി ദിനമൊളിച്ചിടെ അടിയിടിത്തട തൊഴി നടക്കിടെ മുറ വിളിച്ചിടെ അടികടകമിലായി പടവെളി കുടലൊടിഞ്ഞിടെ നടുവൊടിഞ്ഞിടെ അതമരൊടിടെ തെക്ക് തിളങ്ങിടെ കികടി ചെടു പതകതിയതു നിറച്ചു നിന്നിടെ തുറച്ചു നോക്കിടെ പൊടി നിറഞ്ഞിടലായി മികന്തി വർഷിയ തെരഞ്ഞു വെട്ടിടെ തിരഞ്ഞിടെ തിരനോട്ടമായി മികന്തി വർഷിയ തെരഞ്ഞു വെട്ടിടെ തിരഞ്ഞിടെ തിരനോട്ടമായി ഒടിക്കയറിടെ ചടുക്കി തച്ചിടെ കിരിമുനയിലും എത്തിടെ ഒടിക്കയറിടെ ചടുക്കി തച്ചിടെ കിരിമുനയിലും എത്തിടെ മേലാകയും നിണം പുരണ്ടിടെ കാലാൽ പട നിലം പതിച്ചിടെ മേലാകയും നിണം പുരണ്ടിടെ കാലാൽ പട നിലം പതിച്ചിടെ ഒടുവിലയത്തിടെ അകത്തിരിഞ്ഞിടെ വദനം കണ്ടാനേ വദനം കണ്ടാനേ വദനം കണ്ടാനേ. തങ്ങളെ കണ്ടതും ഇന്ത്യക്കാരുടെ കൊടിയ ശത്രു, മുസൽമാന്റെ കണ്ണിലെ കരടി, ബ്രിട്ടീഷുകാരന്റെ പാദസേവകൻ, അതെ ആ ലീഡർ തന്നെ. അയാൾ തന്റെ അരയിലെ തോക്ക് വലിച്ചൂരി
തങ്ങളുടെ നേരെ ഉന്നം പിടിച്ചു. പിന്നെ ഒട്ടും താമസിച്ചു നിന്നില്ല, തങ്ങളുടെ നേരെ തൊടുത്തു വിട്ടു. സുബ്ഹാനല്ലാഹ്, വെടിയുണ്ട തേരെ കൊണ്ടത് തങ്ങളുടെ തുടയിലായിരുന്നു. തങ്ങൾ വല്ലാതെ വേദനിച്ചു. അല്ലാഹ് അല്ലാഹ്. യുദ്ധം അവസാനിച്ച ശേഷം ക്യാപ്റ്റൻ എട്ടാമനെ തിരയാൻ വലിയൊരു സംഘത്തെ തന്നെ വിട്ടെങ്കിലും അവർക്കാർക്കും മഹാനവറുകളെ കണ്ടെത്താനായില്ല. കാലം പിന്നെ അധികമൊന്നും സഞ്ചരിച്ചില്ല. അപ്പോഴേക്കും കേരള മുസ്ലിം നവോത്ഥാന രംഗത്ത് 3/4 നൂറ്റാണ്ട് കാലം പ്രോചരിച്ചു നിന്ന സയ്യിദ് അലവി തങ്ങൾക്ക് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ പിടിപെട്ടു തുടങ്ങി. ദിനം പ്രതി രോഗം മൂർച്ഛിക്കുകയും കാലിൽ വേദന പിടിപെടുകയും ചെയ്തു. ചേറൂർ പടയിൽ പങ്കെടുത്ത തങ്ങൾക്ക് ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്നേറ്റ വെടിയുടെ ആഘാതമായിരുന്നു അത്. പക്ഷേ മഹാനവറുകൾ അത് പരസ്യപ്പെടുത്തിയിരുന്നില്ല. മലബാറിലെ പല പ്രധാന ഭിക്ഷുകരന്മാരും മമ്പറം തങ്ങളെ പരിശോധിച്ചെങ്കിലും അവർക്കാർക്കും രോഗകാരണം കണ്ടെത്താനായില്ല. അങ്ങനെയിരിക്കെയാണ് പുത്തൂർ സ്വദേശിയായ ചാലക്കോട്ട് അഹമ്മദ് കുട്ടി വൈദ്യർ മമ്പുറത്തെത്തുന്നത്. തങ്ങളെ പരിശോധിക്കേണ്ട താമസം അദ്ദേഹം പറഞ്ഞു, തങ്ങളെ അങ്ങയുടെ ശരീരത്തിൽ എവിടെയോ ഉണങ്ങാത്തൊരു പച്ച മുറിവുണ്ട്, അതാണ് രോഗത്തിന്റെ കാരണം. അത് ഉണങ്ങാൻ ഒരു കുഴമ്പ് തേച്ചു തരാം, എന്നാൽ ശമനം കാണും. വൈദ്യന്റെ രോഗനിർണയത്തിലെ കഴിവ് തങ്ങളെ അത്ഭുതപ്പെടുത്തി. താങ്കളാണ് വൈദ്യൻ. തങ്ങൾ അയാളെ ആശീർവദിച്ചു. അക്ഷരാർത്ഥത്തിൽ അത് ആ കുടുംബത്തിനുള്ള അംഗീകാരവും ആശീർവാദവുമായിരുന്നു. പാലേരി വൈദ്യന്മാർ എന്ന പേരിൽ അറിയപ്പെട്ട ആ കുടുംബം തലമുറകളോളം ആ കൈപുണ്യം നിലനിർത്തി വന്നു. മരുന്നുപയോഗിച്ചെങ്കിലും സയ്യിദ് അലവി തങ്ങൾക്ക് താൽക്കാലിക ശമനം എന്നല്ലാതെ ശാശ്വത പരിഹാരമായില്ല. ദിനം പ്രതി രോഗം മൂർച്ഛിച്ചുകൊണ്ടേയിരുന്നു. വിവരം കാട്ടുതീ പോലെ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചരിച്ചു. ശിഷ്യരും വിവിധ ദേശങ്ങളിലെ പൗരപ്രമാണിമാരും തങ്ങളെ കാണാൻ മമ്പുറത്തെത്തി. അക്കൂട്ടത്തിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ അംബാസിഡറായ തങ്ങളെ കാണാൻ അനേകം ഹിന്ദു നേതാക്കളും പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ പ്രതീക്ഷകളും വിദൂരത്തായി. എല്ലാ കണ്ണുകളും നിറഞ്ഞൊഴുകി. മമ്പുറം ദേശം ജനനിബിഡമായി. പലരും വാവിട്ട് കരയാൻ തുടങ്ങി. എങ്ങും ദുഃഖം തളം കെട്ടി നിന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മത ജാതി ഭേദമന്യേ ആളുകൾ ഒഴുകിക്കൊണ്ടിരുന്നു. ഹിജ്റ വർഷം 1260 മുഹറം 7 കറുത്ത ഞായറാഴ്ച രാത്രി എല്ലാവരും ഇരു കണ്ണുകളും തുറന്നു നോക്കി നിൽക്കെ 94 വയസ്സ് പ്രായമുള്ള ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മൗലദ് വീര തങ്ങൾ തന്റെ കണ്ണുകൾ മെല്ലെ മെല്ലെ അടച്ചു. എന്നേക്കുമായി നമ്മോട് വിട പറഞ്ഞു. ഒരു പുരുഷായുസ് മുഴുക്കെ കേരള മുസ്ലിങ്ങളുടെ സാംസ്കാരികവും സാമൂഹികവുമായ ഉദ്ധാനത്തിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച ആ ജീവിതം അതോടെ ജനഹൃദയങ്ങളിൽ പ്രതിഷ്ഠ നേടി. ഏവരും അവിടുത്തെ കവിൾത്തടത്തിൽ 1000 ചുംബനം നൽകി. മാപ്പിള മക്കളെ ജീവന മന്ത്രം മമ്പുറം തങ്ങൾ സ്മൃതിയായി. കേരളമാകയും ശോകച്ചവിയാൽ കണ്ണു നനച്ചു കുതിർക്കുകയായി. മാപ്പിള മക്കളെ ജീവന മന്ത്രം മമ്പുറം തങ്ങൾ സ്മൃതിയായി. കേരളമാകയും ശോകച്ചവിയാൽ മലബാറിന്റെ മുത്തൊളിയായ മൗലദ് വീല ഓർമ്മകളായി. മദനപ്പൂവാം യമനിൻ മാരുതൻ തന്റെ സുഗന്ധം അലിഞ്ഞു പോയി. മലബാറിന്റെ മുത്തൊളിയായ മൗലദ് വീല ഓർമ്മകളായി. മദനപ്പൂവാം യമനിൻ മാരുതൻ തന്റെ സുഗന്ധം അലിഞ്ഞു പോയി. ദുഃഖമകറ്റും ദിക്കൊളി പൂക്കും ഉത്തമ മുത്തൊളി പൊലിഞ്ഞു പോയി. പച്ച വിരിച്ചൊരു സ്വച്ഛം നാടിൻ പിച്ചകനന്ദം പൊഴിഞ്ഞു പോയി. പച്ച വിരിച്ചൊരു സ്വച്ഛം നാടിൻ പിച്ചകനന്ദം പൊഴിഞ്ഞു പോയി. മാപ്പിള മക്കളെ ജീവന മന്ത്രം മമ്പുറം തങ്ങൾ സ്മൃതിയായി. കേരളമാകയും ശോകച്ചവിയാൽ കണ്ണു നനച്ചു കുതിർക്കുകയായി. മാപ്പിള മക്കളെ ജീവന മന്ത്രം മമ്പുറം തങ്ങൾ
മുത്ത് റസൂലിൻ ഉത്തമനിധിയുടെ ദേഹവിയോഗം സങ്കടമായി. ജനമുറ്റ അനാഥത്തിൻ തീപുകയിൽ വേദന തിന്നു തപിക്കുകയായി. ജനമുറ്റ അനാഥത്തിൻ തീപുകയിൽ വേദന തിന്നു തപിക്കുകയായി. ആ പിളമക്കളുടെ ജീവന മന്ത്രം മമ്പുറം തങ്ങൾ സ്മൃതിയായി. കേരളമാകയും ശോകച്ഛവിയാൽ കണ്ണു നനച്ചു കുതിർക്കുകയായി. ആ പിളമക്കളുടെ ജീവന മന്ത്രം മമ്പുറം തങ്ങൾ സ്മൃതിയായി. കേരളമാകയും ശോകച്ഛവിയാൽ കണ്ണു നനച്ചു കുതിർക്കുകയായി. സയ്യിദ് അലവി തങ്ങളുടെ വഫാത്ത് ഒരാൾക്കും താങ്ങാനാവുന്നതായിരുന്നില്ല. മഹാനവറുകളുടെ വിരഹവാർത്ത കേട്ടവർ കൽപ്രതിമ പോലെ നിശ്ചലരായി. ഒരു വാക്കുച്ചരിക്കാനോ ഒന്ന് മുന്നോട്ട് നടക്കാനോ അവർക്ക് സാധിച്ചില്ല. അവരുടെ മനസ്സിന്റെ അടിത്തട്ടിൽ ഒരു ചോദ്യം ഉയർന്നു വന്നു. ഇനി നമുക്കാര് നേതൃത്വം നൽകും? ഇനി നമുക്കാര് മാർഗനിർദ്ദേശങ്ങൾ തരും? ഇനി നമുക്കാര് വഴി കാട്ടും? കാലത്തിന്റെ കുത്തുബ് നമ്മുടെ ആത്മീയാചാര്യർ സയ്യിദ് അലവി തങ്ങൾ മരണമടഞ്ഞില്ലേ? ഇനി നമുക്കാരുണ്ട്? ഉത്തരം ലഭിക്കാത്ത ചോദ്യമായി അത് നീണ്ടു നിന്നു. മഹാനവറുകളുടെ മക്കളിലൂടെയും പേരമക്കളിലൂടെയും ആ നേതൃത്വം പിന്നെയും ഒരുപാട് കാലം നീണ്ടു നിന്നു. കാലങ്ങൾക്ക് ശേഷം ഏകദേശം മമ്പുറത്തിന് 2 കിലോമീറ്റർ അപ്പുറം സയ്യിദ് അലവി തങ്ങളുടെ തലോടലേറ്റ് കിടക്കുന്ന കടലുണ്ടിപ്പുഴയുടെ തെക്ക് ഭാഗത്ത് മറ്റൊരു ചരിത്രത്തിന് നാന്തി കുറിക്കപ്പെടുന്നു. മമ്പുറം തങ്ങൾ കേരളത്തിലേക്ക് വരികയും ഇവിടെ ജീവിക്കുകയും ചെയ്ത അതേ ലക്ഷ്യത്തിൽ ആഗോള ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു സ്ഥാപനം നിർമ്മിക്കപ്പെട്ടു. അത് സെന്മാർഗത്തിന്റെ വീടാണ്. പേര് തന്നെ ദാറുൽ ഹുദ, സെന്മാർഗത്തിന്റെ ഭവനം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന മമ്പുറം സയ്യിദ് അലവി തങ്ങൾ കാണിച്ചു തന്ന ഇസ്ലാമിക പ്രബോധനത്തിന്റെ ദീപശിഖ ലോകത്തിന്റെ എല്ലാ മുക്കുമൂലയിലും എത്തിക്കുകയാണ് ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യം. ദാറുൽ ഹുദ വളർന്ന് പന്തലിച്ചു. മതപ്രബോധന മേഖലയിൽ വിജയകരമായി കാലെടുത്ത് വെച്ചതോടെ ചരിത്രം തന്നെ മാറി. മമ്പുറം തങ്ങളുടെ പാതയിൽ സഞ്ചരിക്കുന്നവരോട് മമ്പുറം തങ്ങൾ നേരിട്ട് തന്നെ കൈകോർത്തു. സന്തോഷത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും നിമിഷങ്ങൾ. ഒരിക്കൽ മമ്പുറം മക്കാമിന്റെ അധികാരികൾ ദാറുൽ ഹുദയിൽ വന്ന് മക്കാമിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ വിനീതമായി അഭ്യർത്ഥിച്ചു. ദാറുൽ ഹുദ അത് ഏറ്റെടുക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിയെന്നോണം ഇന്നും ദാറുൽ ഹുദ മാനേജിംഗ് കമ്മിറ്റി മക്കാമിന്റെ നടത്തിപ്പുകൾ ഭംഗിയായി ചെയ്തു വരുന്നു. അതിലുപരി മക്കാമിന്റെ കീഴിൽ 3 മദ്രസകളും 6 പള്ളികളും നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളും നടന്നു വരുന്നു. പിന്നീട് ദാറുൽ ഹുദയുടെ വളർച്ചയുടെ കാലമായിരുന്നു. ദാറുൽ ഹുദയുടെ പ്രശസ്തി വാനോളം ഉയർന്നു. അതൊരു സർവകലാശാലയായി അംഗീകരിക്കപ്പെട്ടു. അതിന്റെ ഓഫ് ക്യാമ്പസുകൾ ഇന്ത്യയിൽ പലയിടങ്ങളിലായി ഉയർന്നു വന്നു. ആ പരിശുദ്ധ മക്കാമിൽ അന്തിയുറങ്ങുന്ന സയ്യിദ് അലവി തങ്ങൾ എപ്പോഴും ദാറുൽ ഹുദയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഇടമുറിയാത്തൊരാത്മീയ ബന്ധമാണ്. ഇന്നും ദിനം പ്രതി ആ മക്കാമിൽ വന്നു പോകുന്നത് 10,000-ങ്ങളാണ്. നിലക്കാത്ത സുഹൃതമായി, അണയാത്ത പ്രകാശമായി, വറ്റാത്ത നീരുറവയായി ആ ആത്മീയ നേതൃത്വം നമുക്കെപ്പോഴും ഉണ്ടാകും. അതോടൊപ്പം ആ മഹിതമായ സ്ഥാപനവും നാഥൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ.